ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ വീഡിയോ നമുക്ക് ബിരിഞ്ചി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ബിരിഞ്ചിയും ബീഫ് കറി. പണ്ടൊക്കെ പള്ളിക്കൽ നിന്ന് കിട്ടിയിരുന്നല്ലോ അതേപോലത്തെ ചോറ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് നമുക്ക് ചോറ് വെക്കണ അരി ഏതാ, നമ്മൾ സാധാ ചോറ് വെക്കണ അരി ഏതാ അതെടുക്കാം. എൻ്റെ കയ്യിൽ ജയ അരിയുള്ളത്, ജയ കുറുവ് ഏതാ നമ്മളെ കയ്യിൽ അരി ഉള്ളത് ആ അരി എടുക്കുക. ഞാനിവിടെ 5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമുക്ക് ചോറ് വേവിക്കാനുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കാം. നോൺ സ്റ്റിക്കിലൊക്കെ വെച്ചാൽ അരി വേവാൻ കുറേ സമയം പിടിക്കുമല്ലോ. ഞാനൊരു ചെമ്പിലാണ് വെക്കുന്നത്. നല്ല പഴക്കമുള്ള പാത്രമാണ്, ഒരു 10-12 വർഷത്തെ പഴക്കമുണ്ട്. അതാണ് ഉള്ളൊക്കെ ഇങ്ങനെ അയക്കുന്നത്. എപ്പോഴും ബിരിയാണിയൊക്കെ വെക്കണ പാത്രമാണ്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ, ചെറുള്ളി കുറേ വേണം കേട്ടോ. നമ്മൾ അരി എടുക്കുന്നതിനനുസരിച്ചിട്ട് ചെറുള്ളി വേണം. ചെറുള്ളി പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് മറ്റേ വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയെടുത്താൽ മതി. ഇങ്ങനെ ചുവന്ന കളർ വരെ മൂപ്പിക്കൊന്നും വേണ്ട, നന്നായി വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് വേണ്ട പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. വലിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട, ഇത് 4 കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ അത് കാരണം ഒരു പാത്രം അരിക്ക് 4 പാത്രം വെള്ളം എടുക്കാറ്. ഞാൻ 4 പാത്രമായിട്ട് എടുക്കാറ്, എനിക്ക് കറക്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട മഞ്ഞൾ ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് നന്നായി ഇങ്ങനെ കളർ മാറണ വരെ ഒന്നും ചെയ്യണ്ട, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ കിടന്ന് തിളക്കുമല്ലോ, അല്ലാതെ ചൂടുവെള്ളം നല്ല ഒഴിച്ച് കൊടുത്ത് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുത്തത്. ഈ ഒരു കപ്പിന് 4 കപ്പ് അങ്ങനെയാണ് ഞാൻ എടുത്തത്. അപ്പം 5 കപ്പ് അരിക്ക് 20 കപ്പ് വെള്ളം, അങ്ങനെയാണ് വെള്ളത്തിൻ്റെ അളവ് എടുത്തത്. ഇനി അത് മൂടി വെക്കാം. പാത്രത്തിൻ്റെ മൂടിയുമ്പോൾ ദമ്മൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഇതിൻ്റെ കളറാണ് കേട്ടോ. അപ്പം ഇനി അരി കഴുകിയിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി കഴുകിയിട്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് അരി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അരി അങ്ങനെ പാത്രം എടുത്തിട്ട് അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചു. ഗ്യാസുമ്പോൾ വെച്ചാൽ കുറേ ഗ്യാസ് പോവുകയും ചെയ്യും, പിന്നെ വേവാൻ ബുദ്ധിമുട്ടാണല്ലോ. ജയ അരിക്കാണെങ്കിൽ കൂടുതൽ വേവുവാണല്ലോ. അപ്പം ഞാനത് അടുപ്പിൽ കൊണ്ടുപോയി വെച്ചു. അടുപ്പിലാണെങ്കിൽ പിന്നെ അതവിടെ കിടന്നിട്ട് അങ്ങോട്ട് വെന്തോളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം നമ്മൾ വേവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അതവിടെ ഇരുന്ന് വേവട്ടെ, അപ്പോഴത്തേന് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുക്കറിൽ നമുക്ക് കുറച്ച് സബോളയും തക്കാളിയും കൂടിയിട്ട് അടച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ വഴറ്റണ ആ സമയം പോവില്ലല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് വേവിക്കാൻ വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യാൻ പോവാം. അപ്പോഴത്തേന് ബീഫ് കഴുകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ സബോളയിലും തക്കാളിയിലും ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുക്കറൊന്ന് അടച്ചിട്ട് ഒരു വിസിലടിച്ചാൽ മതി. അപ്പോൾ സബോള നന്നായി ഇങ്ങനെ വഴണ്ടി വരും. നമ്മൾ പിന്നെ ഇളക്കാനും പിടിക്കാനും നിൽക്കണ്ടല്ലോ. ഒരു വിസിലടിക്കണ സമയമേ വേണ്ടുള്ളൂ, അതുകൊണ്ട് വെന്ത് വരും. വേഗം വരും. ഒരു 5 മിനിറ്റിൻ്റെ ഒന്നും സമയമില്ല. അപ്പോഴത്തേനും അത് വിസിലടിക്കുകയും ചെയ്യും, ആവുകയും ചെയ്യും. നമുക്ക് ടൈം വേസ്റ്റ് ആവില്ലല്ലോ. ഇനി അതിലേക്ക് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ട ഉപ്പിടുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ബീഫിലേക്ക് ആവശ്യത്തിന് 1.5 കിലോ ബീഫ് എടുത്തേക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് വേണ്ട വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഞാൻ അതിലേക്ക് തന്നെ ഗ്രാമ്പും ഏലക്കയും പട്ടയും പെരിഞ്ജീരകവും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സിയിൽ അടിക്കുകയും ചെയ്യുക. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ മദ്രസയിൽ നിന്ന് കിട്ടിയിരുന്നു, പള്ളിക്ക് നിന്നൊക്കെ നബിദിനത്തിനൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് രാവിലെ 9:30 ആകുമ്പോഴത്തേനൊക്കെ പള്ളിക്ക് നിന്ന് ഈ ചോറ് കിട്ടും. 9:30 10 മണിയാകുമ്പോഴത്തേനൊക്കെ കിട്ടും. അന്നൊന്നും ഉമ്മ രാവിലെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കില്ല. രാവിലെ മുതൽ രാത്രി വരെ ഇത് കഴിക്കേണ്ടി വരും. അപ്പോൾ ആ ഓർമ്മയൊക്കെയാണ് വരുന്നത്. അന്ന് നല്ലതായിരുന്നു കേട്ടോ അന്നത്തെ ബീഫ് കറിയും പിന്നെ പള്ളിക്കലത്തെ ചോറും. ഇപ്പോൾ അതൊക്കെ നെയ്ച്ചോറാണല്ലോ കിട്ടുക. ഇപ്പോഴും ഈ വിരിച്ച് കാണുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ അന്നത്തെ നബിദിനത്തിൻ്റെ ഓർമ്മ വരും. അന്നൊക്കെ നല്ല രസമായിരുന്നല്ലോ. അതിനിടയിൽ ഞാൻ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു. 1.5 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും
അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടിയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ അളവൊന്നും പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും ബീഫ് കറിയൊക്കെ വെക്കാൻ അറിയാവുന്നതല്ലേ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള 1.5 കിലോ ബീഫിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കും, കരിയൊക്കെ ചെയ്യുമല്ലോ. ഈ സമയത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് പോണ വരെ, ഒരു കുത്തണ മണമൊക്കെ വരും, അതൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പെട്ടെന്ന് പിടിക്കും. ഇനി അതിലേക്ക് ഞാനൊരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉമ്മാക്ക് നിർബന്ധമാണ് ബീഫ് കറി വെക്കണമെങ്കിൽ അതിൽ ഉലുവ ഇടണം. അപ്പോൾ അത് കാരണം എന്തായാലും മറക്കാതെ ഇടും, അല്ലെങ്കിൽ ചീത്തയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്പൂണ് ഉലുവ ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബീഫ് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കുക്കറിലല്ലേ വെക്കുന്നത്, അപ്പോൾ അത് കാരണം കുറേ വെള്ളമൊന്നും വേണ്ട. അത്യാവശ്യത്തിന് നമുക്കറിയാമല്ലോ, അപ്പോൾ പാകത്തിന് എത്ര വെള്ളം വേണം എന്നുള്ളത് അറിയാമല്ലോ. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് പിന്നെ അതിൻ്റെ ശേഷം ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ബീഫ് ഇളക്കി കൊടുക്കണം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ കൂടെ ഇടുക. ഇഷ്ടമായെങ്കിൽ പറയണം. ഇപ്പം നമ്മൾ ഇളക്കലൊക്കെ കഴിഞ്ഞു, എല്ലാ ഭാഗത്തേക്കും മസാല ഒക്കെ ആക്കി കൊടുത്തു. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. ഒരു 6 വിസിലടിച്ചാലായിക്കോളും. അപ്പോൾ അതവിടെ കിടന്ന് വിസിലടിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ചോറ് എന്തായി നോക്കണമല്ലോ. നന്നായി തിളക്കണുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടൊക്കെ ഉണ്ട്. പകുതി വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഗ്യാസും വെച്ചാലൊക്കെ വേവാൻ കുറേ സമയം പിടിക്കുമല്ലോ, അതാണ് ഞാൻ അടുപ്പത്ത് വെച്ചത്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് കൂടണ്ട കേട്ടോ, നമുക്ക് കുറഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കൂടിയാലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ എടുത്തെടുത്ത് പറയണത് എന്താണെന്നറിയാം, 2-3 പ്രാവശ്യം ഉപ്പ് കൂടിയിട്ട് മടങ്ങി നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയണത്. ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടണ്ടെന്നുള്ളത്. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഒന്നും കൂടി ആ വെള്ളം വറ്റിൽ കഴിഞ്ഞ് നമുക്ക് ഇറക്കി വെക്കാം. അത് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് കത്തിക്കാം. അപ്പോൾ വേഗം വെള്ളം വറ്റി കിട്ടുമല്ലോ. അപ്പോൾ ചോറൊക്കെ ഒരുവിധം വേവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ കുറച്ച് ഇടണുള്ളൂ. ഇവിടെ ഉമ്മാക്കൊക്കെ ഷുഗറുള്ള കാരണം കൂടുതൽ അങ്ങോട്ട് കൊടുക്കില്ല. ഇതെല്ലാം ഷുഗർ കൂട്ടുന്ന സാധനമാണ്. പക്ഷെ പിന്നെ വിരുന്നേരുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അവർക്കാണെങ്കിൽ ഇത് മതി എന്ന് പറഞ്ഞു. വിരുന്നേരുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അത്ര അധികം ഉണ്ടാക്കണത്, അല്ലെങ്കിൽ കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഇങ്ങോട്ട് പോരാം. അത് തീയൊക്കെ കെടുത്തി വെച്ചു. തീക്കാനെല്ലാം കുറച്ച് വെച്ചിട്ടത് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേന് നമ്മളെ ബീഫ് വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബീഫ് കൂടെ കിടന്നിട്ട് 2-3 വിസിലായി അടിക്കണം. അതിപ്പോൾ ആവും. ചോറ് കണ്ടില്ലേ, ഒന്നും കൂടി വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അടി പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒന്ന് തണുക്കണം, ചൂടറിയാലാണ് അതിങ്ങനെ നന്നായി ഇത് വരുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ചോറ് കണ്ടില്ലേ, നല്ല ചോറായി വന്നിട്ടുണ്ട്. അടിയൊന്നും പിടിച്ചിട്ടില്ല, വെള്ളം കൂടുതലില്ല. അപ്പം അങ്ങനെ നമ്മുടെ ചോറിൻ്റെ പണി കഴിഞ്ഞു. ചില സ്ഥലത്ത് ഇതിന് മഞ്ഞച്ചോറ് എന്ന് പറയുന്ന കേൾക്കുക, ചിലവർ തേങ്ങാച്ചോറ് എന്ന് പറയും. തേങ്ങാച്ചോറിൽ ഇവർ മഞ്ഞൾപ്പൊടിയൊന്നും ഇടില്ല. ഞങ്ങളവിടെ ഇതിന് വിരിഞ്ചി എന്നാണ് പറയുക. അപ്പം നിങ്ങളവിടെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റിൽ പറയുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ വിരിഞ്ചി ബീഫ് കറി ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.